ഒരു സൈക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എയർ പമ്പ് തികച്ചും സൗജന്യം. അപ്പോളോ സൈക്കിൾ വേൾഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പൂക്കോട്ടുംപാടം, കരുവാരകുണ്ട്. Poppies baby skin safe dresses. And while this is the condition of the people, GST and demonetization have ruined the lives of crores and crores of people who are doing informal jobs. So in sum, for people it has been growing misery, for the rich it has been growing profits. 1% of India today controls 73% of our country's additional wealth that is generated in 2018. ഇപ്പോൾ ഇതിന് പുറമെയാണ് GST അടക്കമുള്ള നോട്ട് നിരോധനം അടക്കമുള്ള നടപടികൾ കാരണം ഈ രാജ്യത്ത് അനേകം പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഒട്ടേറെ പേരെ തൊഴിൽ രഹിതരാക്കി അത് മാറ്റിയിട്ടുണ്ട്. ധനാഢ്യന്മാർ കൂടുതൽ ധനാഢ്യന്മാരായിത്തീരുന്നു, പാവപ്പെട്ടവനായിത്തീരുന്നു. കൂടുതൽ അവരുടെ വിടവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് 2008 നമ്മുടെ രാജ്യത്തുണ്ടായ സമ്പത്തിന്റെ 73% കേന്ദ്രീകരിച്ചിട്ടുള്ളത് 1% വരുന്ന ആളുകളുടെ പക്കലാണ്. That is why today, for all these reasons, misery imposed on people, for destruction of secular democratic foundations of India, for the manner in which the lives of our minorities, lives of our marginalized people, lives of women have all been threatened by the policies and activities of the BJP and the RSS. For all these reasons, it is essential today to safeguard India, to save India as the secular democratic republic. This Modi government must be ousted and a secular democratic government must be installed in New Delhi after this elections. And in doing that, the people of Kerala have a very big important role to play. നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ അപകടപ്പെടുകയാണ്. മതന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തിന് നേരെയും വനിതകളുടെ ജീവിതത്തിന് നേരെയും എല്ലാ വിഭാഗത്തിലും പെട്ട ജനവിഭാഗങ്ങൾക്ക് നേരെയും BJPയുടെയും RSSന്റെയും കടന്നാക്രമണങ്ങൾ തുടരുകയാണ്. വാസ്തവത്തിൽ ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം കിട്ടണമെങ്കിൽ ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാരായ BJP RSS ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഡൽഹിയിൽ അധികാരത്തിൽ വരണം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ആ കടമ നിർവഹിക്കാനാണ് നാം സന്നദ്ധരാവേണ്ടത്. But to do that, you also had another president of a national party, India's oldest party, who came here, who was here yesterday with you, who is contesting from here, who is also saying that we want an alternative secular government at the center. We want to defeat Narendra Modi. Very good. So if you want to defeat Narendra Modi, why have you come to Wayanad to defeat the LDF? Please explain. നമ്മുടെ രാജ്യത്തുള്ള ഒരു പഴയ പാർട്ടിയുടെ അധ്യക്ഷൻ ഇപ്പോൾ വയനാടിൽ സ്ഥാനാർത്ഥിയായി അവതരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഒരു ബദൽ നയത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. BJP ഗവൺമെന്റിനെതിരായ ഒരു മതേതര ഗവൺമെന്റ് കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ നിലപാടെടുക്കുന്നയാൾ ഇവിടെ ഈ വയനാടിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള സാഹചര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വയനാടിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? Then he says, the official statement is that India is one. I want to fight from both north and south. Very good. Fight from north and south, east and west also. There is no problem. But in the south, your grandmother fought from Chikmagalur, Karnataka. Your mother fought from Wayanad, mother fought from your Ballari in Karnataka. The fight where you are confronting the BJP if you want to defeat them. Whom are you confronting here in Wayanad? The LDF? And it is the LDF and the left which is the backbone of an alternate secular government at the center, without which you cannot have any alternate secular government. വാസ്തവത്തിൽ രാജ്യത്തിന്റെ വടക്കൻ ദേശത്തെയും തെക്കൻ ദേശത്തെയും യോജിപ്പിക്കുന്ന വാദഗതിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അമ്മ
കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം BJPക്കെതിരായ പോരാട്ടത്തിൽ അവർ പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു മത്സരത്തിന് തയ്യാറാവാതെ ഇവിടെ വയനാട്ടിൽ വന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഇവിടെ അദ്ദേഹം നേരിടുന്നത് LDF-നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ LDF-നെതിരായി സ്ഥാനാർത്ഥിത്വവുമായി വന്നിട്ടുള്ളത്. The other point we must remember, that answers they will give. There is no need for us to answer them. But the other point we must remember is, it is not only an alternative secular government, but an alternative secular government that will pursue policies that are people-oriented and that will create a new livelihood for the people of our country. So policies have to change pro-people. Alternate secular government with policies changing pro-people. ഒരു ബദൽ മതനിരപേക്ഷ ഗവൺമെന്റ് എന്നതിനർത്ഥം അത് ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്ന ഒന്നാവണം. അപ്പൊ ബദലായ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ നയപരിപാടികളിൽ ജനാനുകൂലമായ നയനിലപാടുകൾ ഉണ്ടായിരിക്കണം. That is why it is very important to draw the 2004 experience. In 2004, all of us, the CPI, the left, the Congress, everybody, like today, have said that Vajpayee government must be defeated, India must be saved, and alternate secular government must come into office in Delhi. That is what we said then. 2004 അനുഭവം എന്താണ്? നമ്മളെല്ലാവരും അന്ന് തീരുമാനിച്ചത് നിലവിലുണ്ടായിരുന്ന വാജ്പേയി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല എന്നാണ്. ആ തീരുമാനത്തിന്റെ കൂടെ അന്ന് കോൺഗ്രസും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? What happened in 2004? What happened in the elections? In those elections, it was clear that if an alternate secular government had to come, then it can only come with Congress also involved in it. Without Congress, that was not possible. People of Kerala knew that. In spite of the fact that the Congress will play an important role in the alternate secular government, the people of Kerala in 2004 elected 18 out of 20 LDF MPs, 18 LDF MPs out of 20 in Kerala, and the UDF did not get a single MP. But Manmohan Singh formed the government at the center. So what is the maturity of the people of Kerala? I have saluted that maturity. But what did the people of Kerala at that point of time convey? യഥാർത്ഥത്തിൽ 2004 സംഭവിച്ചത് എന്താണ്? വാജ്പേയി ഗവൺമെന്റ് ബദലായി ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്ന തീരുമാനം ഉണ്ടായി. അതിൽ കോൺഗ്രസിനും പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 20 ലോകസഭാ സീറ്റിൽ 18ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. UDF-ന് 0 സീറ്റാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. ആ അവസ്ഥയിലും BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി മൻമോഹൻ സിംഗിന്റെ ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. അത് ഇടതുപക്ഷത്തിന് നിർണായകമായ പങ്ക് ആ ഗവൺമെന്റിൽ ഉണ്ടായതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ 2004 കാണിച്ച ആ ഉയർന്ന പ്രബുദ്ധതയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. But what did the people of Kerala then decide and convey to the people in India? Yes, alternative secular government, but a left should be strong, because it will be left that will pressurize that alternative secular government to shift policies in the interests of the people. And that is exactly what happened under UPA 1. യഥാർത്ഥത്തിൽ ഒരു ബദൽ ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി നല്ല തോതിൽ വർദ്ധിച്ചുണ്ടാവണം. എങ്കിലേ ജനോപകാരപ്രദമായ നയങ്ങൾ നടപ്പിലാക്കിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഉദാഹരണമാണ് ഒന്നാം UPA ഗവൺമെന്റ്. 2004 രൂപം കൊണ്ട ഒന്നാം UPA ഗവൺമെന്റ് അതിന്റെ ഉദാഹരണമാണ്. And what did the UPA government do? UPA 1 government. The right to information, the right to rural employment,
REGA, the Forest Rights Act for the tribals, the right to education, the right to food security. All these are new laws that were brought by the UPA government under pressure by the left. The stronger the left, the better is the livelihood conditions for the people. That is what Kerala people anticipated and elected 18 out of 20 MPs from Kerala as LDF MPs. Today, the Kerala people, I am very confident, will anticipate similarly and this time ensure not only 18 out of 20 but all 20 out of 20 for the LDF from Kerala, so that alternate government and progressive policies. യഥാർത്ഥത്തിൽ ഒന്നാം UPA ഗവൺമെന്റ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ പിൻബലത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റാണ്. അത് വിവരാവകാശ നിയമം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആദിവാസികൾക്കുൾപ്പെടെയുള്ള വനാവകാശ നിയമം, വിദ്യാഭ്യാസാവകാശത്തിനുള്ള നിയമം, ഭക്ഷ്യ സുരക്ഷാ നിയമം തുടങ്ങിയിട്ടുള്ള പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആ ഗവൺമെന്റ് സന്നദ്ധമായത് ഇടതുപക്ഷത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പിൻബലം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു മതനിരപേക്ഷ ബദൽ രൂപം കൊണ്ടാൽ പോലും ജനോപകാരപ്രദമായ നടപടികൾ ചെയ്തു തീർക്കാൻ സാധിക്കൂ. 2004 20ൽ 18 സീറ്റ് നൽകിയ ഈ കേരളത്തിലെ ആളുകൾ തീർച്ചയായും ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ കാലഘട്ടത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ 20ൽ 20 സീറ്റും നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. That is why today this historic responsibility is there on you. That is why the people of India are looking towards you. You have always shown the new direction to the people of India, which the Congress president and your Wayanad candidate has today complimented and hailed, saying that Kerala is a role model for all the states in India. Why is it the role model, sir? It is the role model because from the day the state was born, the first government that was elected by the people in the state was the communist government of EMS Namboodiripad, and the policies that were laid, foundations that were laid then, is the basis on which this role model developed. So role model, if Kerala is the role model, we are all proud of it. That role model is because of the left vision, and it is the left vision that is required today to be further strengthened in order to save India, so that we can change India for the better. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, കേരളം ഒരു റോൾ മോഡലാണ് ഇന്ത്യക്ക്, വ്യക്തമായൊരു മാതൃകയാണ് ഇന്ത്യക്കാകെ കേരളം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് ഈ മാതൃക, സർ? വാസ്തവത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ഉത്ഭവം മുതൽ അതിനുള്ള അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ആദ്യമായി അധികാരത്തിൽ വന്ന 1957 EMS ഗവൺമെന്റ് തൊട്ട് പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളെല്ലാം തന്നെ ഈ മാതൃകാപരമായ സംസ്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാഴ്ത്തിയ ഈ മാതൃകാ സംസ്ഥാനത്തിന്റെ മാതൃകാ മൂല്യങ്ങൾ രാജ്യത്താകെ ഉയർന്നു വരണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ ആശയത്തിനും പ്രസ്ഥാനത്തിനും നല്ല തോതിൽ വളർച്ച ഉണ്ടാവണം എന്നാണത് അടിവരയിടുന്നത്. So that is why today we have to say that yes, we require an alternate secular government, we require the protection of the rights of the minorities, we require the protection of the rights of the Dalits and the women and the Adivasis or the tribals. But who is the firmest protector of these rights and who is the strongest adherent of this principle? History has shown that that is the left and the left and democratic forces. Many other parties have shown vacillation. Congress has vacillated, opened the locks of the Ayodhya temple. It vacillated, brought the Shah Banu judgment case which provided energy to the Hindu communal forces. It vacillated, allowed the Babri Masjid to be demolished. It was the Congress government. It is only when the left is strong that it can put a check on the Congress that it cannot vacillate Muslims, Dalits, tribals, women, and every marginal section will have to be protected, and that protection will be strengthened only when the left is strengthened in the center with the alternative government.
യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന എന്താണ്? ആരാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും വനിതകളെയും ആദിവാസികളെയും മറ്റടിസ്ഥാന ജനവിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നവരാരാണ്? ആരാണ് യഥാർത്ഥ സംരക്ഷകർ? അത് കോൺഗ്രസ് ആണോ? വാസ്തവത്തിൽ അയോധ്യ സംഭവത്തിന്റെ തുടക്കം മുതൽ പിന്നീട് വന്നിട്ടുള്ള ബാബറി മസ്ജിദിന്റെ തകർച്ചാക്കാലം, ഷാബാനു കേസിൽ എടുത്ത നിലപാട്, ഇതെല്ലാം കോൺഗ്രസ് എടുത്ത നിലപാടുകളുടെ ഭാഗമാണ്. പക്ഷെ അത്തരത്തിൽ ഉള്ള നിലപാടല്ല ഈ രാജ്യത്തിന് വേണ്ടത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ മേൽപ്പറഞ്ഞ എല്ലാ വിഭാഗങ്ങളോടും, അത് വനിതകളാവട്ടെ, ദളിതരാവട്ടെ, മതന്യൂനപക്ഷ വിഭാഗങ്ങളാവട്ടെ, ആദിവാസികളാവട്ടെ, എല്ലാ ജനവിഭാഗങ്ങളോടും ഒരുപോലെ തുല്യമായ വിധത്തിൽ അവരെ കണ്ടുകൊണ്ടുള്ള നടപടികൾ എടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്കേ സാധിക്കൂ. അത് ഇന്ത്യയിലാകെ ആ മൂല്യങ്ങൾ വികസിച്ചു വന്നെങ്കിലേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. Stronger the left, the experience will be like UPA 1 government 2004 to 9. Without the left support, if you run an alternate government, it will be the UPA 2 experience, which allowed now Modi to come as the Prime Minister and create a virtual path road for the destruction of India. That is what we have to prevent. And that is why I am sure the people of Kerala, this time I'll come back to salute you once again, but you will show greater maturity and ensure that all 20 out of the 20 MPs from Kerala of the LDF will be elected and sent to Delhi for completing this task. ഒന്നാം UPA ഗവൺമെന്റിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാതെ രണ്ടാം UPA ഗവൺമെന്റിന്റെ അനുഭവങ്ങളല്ല. ഒന്നാം UPA ഗവൺമെന്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജനവിരുദ്ധ നയങ്ങളാണ് രണ്ടാം UPA ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതിന്റെ ഫലമായിട്ടാണ് മോദി അധികാരത്തിൽ വന്നത്. മോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയാകെ തകർന്നത്. ആ തകർച്ച കണ്ടു നിൽക്കാനാവില്ല, അത് എതിർക്കപ്പെടണം. അങ്ങനെ എതിർക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ഒന്നാം UPA ഗവൺമെന്റിനെ പോലെ ഇടതുപക്ഷത്തിന് സ്വാധീനിക്കാൻ കെൽപ്പുള്ള വിധം, ഇടതുപക്ഷത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്ന വിധം ഇടതുപക്ഷ MPമാർ ഉണ്ടാവണം. തികച്ചും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ 20-20 ഇടതുപക്ഷ MPമാരെ വിജയിപ്പിക്കാൻ സന്നദ്ധരാവണം. Modi does not answer or question or discuss all these issues, but he will appeal to you for his emotion. He says he is the Chowkidar of India. Chowkidar and Kavalkar, right? Kavalkar. So Modi he said, I am the Kavalkar of India. Earlier he was Kavalkar on the ground. After Balakot Air Force strike, he said, I am Kavalkar in the air. After the Indian scientists developed that missile to destroy a satellite, which was developed 7 years ago, but Modi is appropriating that thing from the scientists. After they destroyed the missile, then he said, I am Kavalkar of outer space. So we have to tell them through these elections, Modi sir, you are the Kavalkar of outer space, so please remain in outer space, leave India to us and leave the world to us. We will save our country and create a better India. നരേന്ദ്രമോദി വളരെ വികാരാധീനനായി പറയുന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് എന്നാണ്. ബാലാക്കോട്ടിൽ നമ്മുടെ സായുധ സേന നടത്തിയ പ്രവർത്തനം കണ്ടപ്പോൾ അദ്ദേഹം അതിന്റെ കാവൽക്കാരനായി. സാറ്റലൈറ്റുകളെ തകർക്കാൻ കെൽപ്പുള്ള മിസൈലുകൾ 7 വർഷം മുമ്പ് ഈ രാജ്യം കണ്ടെത്തിയതാണ്. അത് ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, താങ്കൾ ബഹിരാകാശത്തിന്റെ കാവൽക്കാരനായി അവിടെ നിന്നുകൊള്ളുക. ഈ മേഖല ഞങ്ങൾക്ക് വിട്ടുതരിക, ഇവിടെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനായി മോദി നിലനിൽക്കട്ടെ. So let him be there, and I am sure all of you will not only create a new history for Wayanad. Wayanad has got a long history from the times of Tipu Sultan and that whole this thing. But this time in modern India, you will create a new history whereby you will ensure that without the left, there cannot be an effective alternate secular government in India. And for that, all 20, not only in Wayanad, but all other constituencies, the 20 MPs will be from LDF, and together we will save India today and we will change India for the better. With that confidence, I'll take leave of you. Thank you very much. വയനാടിന് വളരെ നീണ്ട പാരമ്പര്യവും ചരിത്രവുമുണ്ട്. ടിപ്പു സുൽത്താന്റെ അടക്കമുള്ള ചരിത്രം വയനാടിനുണ്ട്. പക്ഷെ ആധുനികമായ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നാം കൂട്ടിച്ചേർക്കേണ്ടത്
ഇടതുപക്ഷ അടക്കമുള്ള ഒരു ബദലിന് മാത്രമേ ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാജ്യത്തെയാകെ മാറ്റാനും രാജ്യത്തെ രക്ഷപ്പെടുത്താനും ഇടതുപക്ഷത്തിന്റെ ബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനായി 20 സീറ്റും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം. അതിനായി നിങ്ങൾ സന്നദ്ധമാകും എന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ് കാഴ്ചവെക്കുന്നു ന്യൂ ഇയർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിന്റെ ഭാഗമായി വെഡിംഗ് പാർട്ടികൾക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾക്കൊപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന 3 നവദമ്പതികൾക്ക് സൗജന്യ ഹണിമൂൺ പാക്കേജും വെഡിംഗ് പർച്ചേസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിനും സ്വന്തമാക്കാം. പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഈസി ഗോൾഡ് പർച്ചേസ് സ്കീം. നിസ്സീമമായ നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സാറ ഗോൾഡൻ ഡയമണ്ട്, വണ്ടൂർ, എടവണ്ണ.